12 വർഷമായി കിടപ്പിൽ കഴിയുകയാണ് കൊല്ലം ഇരവിപുരം സ്വദേശിയായ പ്രവീൺ. മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ഘട്ടം ഘട്ടമായി ജീവിതത്തെ പിടികൂടിയതോടെ എല്ലാം നഷ്ടമായി. ഇന്ന് സ്നേഹതീരത്തെ ഇടുങ്ങിയ മുറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത കൂടി അവസ്ഥയിലാണ് പ്രവീൺ. ഇരവിപുരത്ത് സ്നേഹതീരം സുനാമി ഫ്ളാറ്റിലെ ഇടുങ്ങിയ മുറിയിൽ നിന്ന് പ്രവീണിന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഓടാൻ കഴിയാറില്ലായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടായി. പിന്നെ നിന്ന് ജോലി ചെയ്യാൻ പറ്റാതായി. അങ്ങനെ ഘട്ടം ഘട്ടമായി രോഗം ഗുരുതരമായി. ചികിത്സയ്ക്കായി വീട് വിറ്റു. പിന്നീട് ഇരുന്നുകൊണ്ട് വിധിയെ തോൽപ്പിക്കാൻ മോട്ടോർ വെയിന്റിംഗ് ജോലി ചെയ്തെങ്കിലും ദേശീയ ജലപാതാ വികസനം വന്നതോടെ സ്ഥാപനവും പോയി. സഹോദരന്റെ സ്നേഹതീരത്ത് സുനാമി ഫ്ളാറ്റിൽ എത്തിയതിൽ പിന്നെ പ്രവീണിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 26 വർഷം അതിന് ഡോക്ടർമാർ എന്നെ ഒരുപാട് ഡോക്ടർമാർ ചികിത്സിച്ച് അവർ പറഞ്ഞിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിൽ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോട്ടോർ വെയിറ്റിങ്ങിൻ്റെ തൊഴിൽ പഠിച്ചു. അത് വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് പഠിച്ചത്. നടന്നു പോകുമ്പോൾ റോഡിലൊക്കെ വീഴുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് പണി പഠിച്ചത്. ഒരുപാട് യാതനകൾ സഹിച്ചാണ് പണി പഠിച്ചത്. ഒരു മുറി കടയും അതുപോലെ തന്നെ കിടക്കാനുള്ള സൗകര്യം, ഭാവിയെ കരുതി കിടക്കാനുള്ള സൗകര്യവും ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരു കട തുടങ്ങി. 8 വർഷം മാത്രമേ ആ കട നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അത് അപ്പോഴത്തേക്ക് ദേശീയ ജലപാത വികസനം വന്നു. ആ വികസനത്തിൽ എനിക്കത് നഷ്ടമായി. ഇന്നെന്റെ ലോകം നിസ്സഹായതയുടേതാണെന്ന് പ്രവീൺ പറയുന്നു. സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു. സഹോദരന്റെ കനിവിൽ ജീവിക്കുന്നു. എനിക്കൊരു നെഞ്ചുവേദന വന്നു. ആ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് ആശുപത്രി പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് ചാവണം. ആരുമില്ല, സഹായിക്കാനോ കൊണ്ടുപോകാനോ ആരുമില്ല. അതുമാത്രമല്ല, ഇത് 2-3 പേര് ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ഈ രണ്ടാമത്തെ നിലയിൽ. കാരണം ഇടുങ്ങിയ പടികളാണ്. ഓരോരുത്തർ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. രോഗത്തിന് ചികിത്സിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ തൊഴിൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായി 12 വർഷം. പല പരാതികളും കൊടുത്തു, ഒരുപാട് പരാതികൾ കൊടുത്തു. ഈ സർക്കാരിനും കൊടുത്തു, കഴിഞ്ഞ സർക്കാരിനും കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ പരിഹാരം മാത്രമില്ല. അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇരുന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സഹായം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രവീൺ നിരവധി അപേക്ഷകൾ സർക്കാരിന് നൽകിയെങ്കിലും ഒന്നിനും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, കൊല്ലം.